ഇരട്ടക്കുട്ടികളുടെ ജനനം കൊണ്ട് ലോകപ്രശസ്തമായ ഒരു ഗ്രാമം, ട്വിൻസ് വില്ലേജ് അഥവാ ഇരട്ടകളുടെ ഗ്രാമമെന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. മനോഹരമായ കൊടിഞ്ഞി എന്ന ഗ്രാമത്തിൻ്റെ പേരിനുള്ളിലെ പൊരുളറിയാം. മലപ്പുറം ജില്ലയിലെ ചെമ്മാടിനടുത്ത് 3 ഭാഗവും നെൽവയലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട പച്ചപുതച്ച നെൽപ്പാടങ്ങളും ഇടതൂർന്ന തെങ്ങിൻ തോപ്പുകളും തോടുകളും ജലാശയങ്ങളും നിറഞ്ഞ പ്രകൃതി രമണീയമായ നാടാണ് കൊടിഞ്ഞി. ഹരിത വിപ്ലവത്തിന് മുമ്പ് ഈ പ്രദേശത്ത് ഏറ്റവും അധികം കൃഷി ചെയ്തിരുന്നത് വെറ്റിലയായിരുന്നു. വെറ്റിലയുടെ തണ്ടിനെ വെറ്റിലക്കൊടി എന്നാണ് പറയാറുള്ളത്. കൊടിഞ്ഞിയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളായ നന്നമ്പ്രയിലുമെല്ലാം ആദ്യകാലത്ത് ധാരാളം വെറ്റില കൃഷി ഉണ്ടായതിനാലാണ് ഈ പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. കൊടിഞ്ഞി എന്ന നാടിനെ സംബന്ധിച്ചിടത്തോളം ആ പേര് രൂപാന്തരപ്പെട്ടതിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. അതിൽ താരതമ്യേന നമ്മൾ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ പറയാവുന്നത് വെറ്റില കൃഷി സംബന്ധമായിട്ടാണ് ആ പേര് വന്നത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. പക്ഷെ അതും നമുക്ക് തീർത്ത് പറയാനാവില്ല. എങ്കിലും അക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെറ്റില കൃഷി നടന്നിരുന്ന ഒരു സ്ഥലം എന്ന നിലക്ക് കൊടിഞ്ഞി എന്ന പേര് രൂപാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം കൊടി എന്ന് പറഞ്ഞാൽ വെറ്റില എന്നാണ് അർത്ഥമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ വെറ്റില കൃഷി കൂടുതലുള്ള സ്ഥലം എന്ന നിലക്ക് കൊടിഞ്ഞിയായി രൂപാന്തരപ്പെട്ടു എന്നും നമുക്ക് പറയാവുന്നതാണ്. എങ്കിലും അതിന് ചരിത്രപരമായ സാധുതയോ ഒന്നും നമുക്ക് കൽപ്പിക്കാൻ സാധിക്കില്ല. ഇത്തരം പേരുകൾ പല സ്ഥലങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോഴും പേരുകളിലുള്ള ഈ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കൊടിഞ്ഞിയെ സംബന്ധിച്ചിടത്തോളവും അതുതന്നെയാണ് അവസ്ഥ. തിരൂരങ്ങാടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന കൊടിഞ്ഞി ഇരട്ടപ്പെരുമയിലൂടെ ലോകശ്രദ്ധ കീഴടക്കിയ ഗ്രാമം കൂടിയാണ്. ട്വിൻ വില്ലേജ് ഓഫ് ഇന്ത്യ, ട്വിൻസ് ടൗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നാടിന് ഗിന്നസ് ബുക്ക് റെക്കോർഡുകൾ കൂടിയുണ്ട്. ലോകത്തിൽ ഇരട്ടകൾ ഏറെയുണ്ടെന്ന് കണ്ടെത്തിയ 4ാമത്തെ ഗ്രാമമാണ് കൊടിഞ്ഞി. നൈജീരിയയിലെ ഇഗ്ബോ ഓറ, ബ്രസീലിലെ കാൻഡിഡോ ഗോദോയ്, ദക്ഷിണ വിയറ്റ്നാമിലെ ഹങ് ഹിയേപ്പ് എന്നിവയാണ് മറ്റു ഗ്രാമങ്ങൾ. ഒരു വീട്ടിൽ തന്നെ 2ഉം 3ഉം ഇരട്ടകളുള്ളത് നമ്മെ ഏറെ അതിശയപ്പെടുത്തുന്നു. കൊടിഞ്ഞിയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ഇവിടുത്തെ പഴയ ജുമാഅത്ത് പള്ളിയാണ്. തീർപ്പാകാത്ത കേസുകളിലെ നീതിപീഠം എന്നറിയപ്പെടുന്ന കൊടിഞ്ഞി പള്ളി ഇന്നാട്ടിൽ ജീവിക്കുന്ന ആയിരക്കണക്കായ ജനങ്ങളുടെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ഓരോ നാടിൻ്റെയും പേരിനു പിന്നിലെ പൊരുൾ തേടിയുള്ള യാത്രയുടെ തുടക്കം മാത്രമാണിത്. കൊടിഞ്ഞി എന്ന പേരിനു പിന്നിൽ ഇതല്ലാത്ത മറ്റു പല കാരണങ്ങൾ കൂടി ഉണ്ടായേക്കാം. കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ മാസ്സലാമ.